നമസ്കാരം. കഴിഞ്ഞ സെക്ഷനിൽ ഡയറി പ്രൊഡക്ട്സിന് വേണ്ടിയിട്ടുള്ള ഒരു വെൻഡിങ് മെഷീന്റെ ആവശ്യത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഈ പ്രാവശ്യം നമ്മൾ അതിന്റെ കോഡ് ബിൽഡ് ചെയ്തെടുക്കാൻ പോവാണ്. വളരെ ബേസിക്സ് എന്നാണ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്നത്. പക്ഷെ അത് ബിൽഡ് ചെയ്തെടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് അതിന്റെ ഒരു ആർക്കിടെക്ചർ അറിയേണ്ടതായിട്ടുണ്ട്. ഏതൊക്കെ തരത്തിലാണ് നമുക്ക് ഇൻപുട്സ് എടുക്കേണ്ടത്, എന്തൊക്കെയാണ് അതിന്റെ ഔട്ട്പുട്ട്സ്, എങ്ങനെയാണ് നമ്മളത് കോഡ് ചെയ്യാൻ പോകുന്നതിന്റെ സ്റ്റെപ്സ്. ആദ്യം നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. എന്നിട്ട് നമ്മൾ അതിന്റെ കോഡിങ്ങിലേക്ക് കടക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇത്തരത്തിലൊരു വെൻഡിങ് മെഷീനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഇൻപുട്ട് ആയിട്ട് പോകേണ്ടത് ആദ്യം തന്നെ ഐറ്റംസ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യമേ റെസ്ട്രിക്ട് ചെയ്തിരുന്നു. നമ്മുടെ സ്കോപ്പ് ഓഫ് വർക്ക് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 2 ഐറ്റത്തെ ചുറ്റിപ്പറ്റിയിട്ടാണ്. മിൽക്ക്, കേട്, പിന്നെ നമ്മൾ അതിന്റെ ബോത്ത്. ഈ 3 കണ്ടീഷൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ക്വാണ്ടിറ്റിയാണ് അടുത്തൊരു ഇൻപുട്ട് നമ്മുടെ പ്രോഗ്രാമിനായിട്ട് പോകേണ്ടത്. ക്വാണ്ടിറ്റി നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ പ്രോഡക്ട്സ് ഒക്കെ തന്നെ പല ക്വാണ്ടിറ്റിയിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 1/2 ലിറ്ററിന്റെ പാക്ക് ഉണ്ട്, 1 ലിറ്റർ, അതുപോലെ തന്നെ 5 ലിറ്ററിന്റെ പാക്ക്. അപ്പൊ ഈ ഒരു 3 കണ്ടീഷൻസും നമ്മൾ കോഡിൽ നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതായി. എന്തൊക്കെയാണ് ഔട്ട്പുട്ട്, എത്രയാണ് പ്രൈസ് എന്ന് അറിയണം. അപ്പൊ ക്വാണ്ടിറ്റിയും ഐറ്റവും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ പ്രൈസ് എത്രയാന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. നിങ്ങൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങളൊരു എമൗണ്ട് കൊടുക്കുന്നു. ആ എമൗണ്ടിന് ചേഞ്ച് എന്തെങ്കിലും ഉണ്ടെങ്കിലും തിരിച്ചു കിട്ടേണ്ടതായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഐറ്റം കളക്ട് ചെയ്യാനും പറ്റണം. ഇത്രയും കാര്യങ്ങളായിരിക്കണം ഔട്ട്പുട്ട് ആയിട്ട് വരേണ്ടത്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ മിനിമം റിക്വയർമെന്റ് ആണ് നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ചില കാര്യങ്ങൾ ഫിക്സഡ് ആണ്. ഉദാഹരണത്തിന് നമ്മുടെ മെഷീന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഫിക്സഡ് ആക്കി വെക്കേണ്ട ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ പെർ ലിറ്റർ പ്രൈസ്, അത് പാലിന്റെ ആയിക്കോട്ടെ തൈരിന്റെ ആയിക്കോട്ടെ, പെർ ലിറ്റർ പ്രൈസും നമുക്ക് ഇവിടെ ഫിക്സഡ് ആക്കി വെക്കണം. ചില കാര്യങ്ങൾ ഇൻപുട്ട് ആയിട്ട് നമുക്ക് കൊടുക്കേണ്ടതുണ്ട്, ചിലത് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടേണ്ടതുണ്ട്, ചിലത് നമ്മുടെ കാൽക്കുലേഷന്റെ ആവശ്യത്തിന് ഫിക്സഡ് ആക്കി വെക്കേണ്ടതായിട്ടും ഉണ്ട്. ഇനി നമുക്ക് ഇത് ഇൻവോൾവ് ചെയ്തിട്ടുള്ള സ്റ്റെപ്പുകളൊന്ന് നോക്കാം. നമ്മൾ ഏത് രീതിയിലാണ് ഇത് പ്രൊസീഡ് ചെയ്യുന്നത് എന്നുള്ളത്. നമ്മൾ ഏറ്റവും ആദ്യം തന്നെ ചെയ്യുന്നത്, നമ്മൾ ഫിക്സഡ് ആയിട്ടുള്ള ഐറ്റംസിനെ നമ്മൾ ആദ്യം തന്നെ അങ്ങോട്ട് ഡിഫൈൻ ചെയ്യുന്നു. അതായത് ഇവിടെ മെഷീന്റെ കപ്പാസിറ്റി ആവാം, അല്ലെങ്കിൽ പ്രൈസ് പെർ ലിറ്റർ ആവാം. അങ്ങനെ ഏതൊരു കാര്യവും നമുക്ക് ഓൾറെഡി നമ്മുടെ കോഡിൽ മാറ്റമൊന്നും വരുത്തുന്നില്ല, അതൊരു ഫിക്സഡ് വേരിയബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അത് ഡിഫൈൻ ചെയ്യുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വെൽക്കം നോട്ട് കൊടുക്കുന്നു നമ്മുടെ കസ്റ്റമേഴ്സിന്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കാം. മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഐറ്റം സെലക്ഷൻ ആണ്. അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും 2 ഐറ്റംസ് ഉണ്ട്, പിന്നെ അതിന്റെ കോമ്പിനേഷനും ഉണ്ട്. അപ്പൊ 3 ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏതാണ് യൂസറിന്റെ ഇൻപുട്ട് എന്നുള്ളത് നമുക്ക് ചോദിച്ചു അറിയേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഓപ്ഷൻ അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. 4ാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഐറ്റം ഏതാണ് വേണ്ടത് എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു ഇഫ് കണ്ടീഷൻ അവിടെ ആവശ്യമുണ്ട്. പാലാണെങ്കിൽ ഇന്ന രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുക, തൈരാണെങ്കിൽ ഇന്ന രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ ആ രീതിയിലുള്ള കണ്ടീഷൻസ് നമുക്ക് കൊടുക്കണം. അപ്പൊ അവിടെ പ്രധാനമായിട്ട് നമ്മൾ കൊടുക്കുന്നത്, വീണ്ടും നമ്മൾ ചോദിക്കുകയാണ് എത്രയാണ് ക്വാണ്ടിറ്റി വേണ്ടതെന്ന്. അതായിരിക്കും അതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ പാലാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എത്ര ലിറ്റർ പാലാണ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്, അതറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്താൽ 7ാമത്തെ സ്റ്റെപ്പായിട്ട് പിന്നീട് വരുന്നതാണ് പേയ്മെന്റും ബാലൻസും കാൽക്കുലേഷൻ. പിന്നെ ലാസ്റ്റ് നിങ്ങളൊരു താങ്ക് യു നോട്ടും കൊടുക്കുന്നു. അപ്പൊ ഈ രീതിയിലാണ് ഇതിന്റെ സ്റ്റെപ്സ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതേ സ്റ്റെപ്സ് ഒക്കെ തന്നെയാണ് നമ്മൾ കോഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് സ്പൈഡറിലേക്ക് കടക്കാം. എങ്ങനെയാണ് അവിടെ നമ്മൾ ഇതേ കാര്യങ്ങൾ കോഡ് ചെയ്തതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ നമ്മൾ എന്താണ്, ഫിക്സഡ് ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ആദ്യം തന്നെ ഡിഫൈൻ ചെയ്തേക്കുന്നത് മിൽക്കിന്റെ പ്രൈസും കേടിന്റെ പ്രൈസും ഡിഫൈൻ ചെയ്തെന്നുള്ളത്. പെർ ലിറ്റർ പ്രൈസ് ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം ലൈൻ നമ്പർ 2 പറയുന്നത് 50 റുപ്പീസ് എടുക്കാം ഇവിടെ തൽക്കാലം. ഓക്കെ, 50 റുപ്പീസ് ആണ് മിൽക്കിന്റെ പ്രൈസ്, അതുപോലെ 30 റുപ്പീസ് ആണ് കേടിന്റെ പ്രൈസ് എന്നാണ് ലൈൻ നമ്പർ 2 and 3 നമ്മളോട് പറയുന്നത്. ലൈൻ നമ്പർ 5 നമ്മളൊന്ന് പ്രിന്റ് ചെയ്തേക്കാണ്. ഇത് നമുക്കൊരു വെൽക്കം നോട്ടാണ്. അപ്പൊ നമ്മുടെ മെഷീൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു വെൽക്കം നോട്ട് കൊടുക്കുകയാണ് പിന്നീട് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മുടെ 3ാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മുടെ കസ്റ്റമറിന്റെ ആവശ്യം എന്താണെന്ന് അറിയണം. ഏത് ഐറ്റാണ് വാങ്ങേണ്ടത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഒരു ഇൻപുട്ട് കമന്റ് കൊടുക്കുന്നു. അവിടെ നമ്മൾ ചോദിക്കുന്നു ഏത് ഐറ്റം ആണ് നിങ്ങൾക്ക് വാങ്ങേണ്ടത്. അതാണ് ലൈൻ നമ്പർ 8 പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് ഏതാണോ യൂസർ എൻ്റർ ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ച് ആ ഒരു പർട്ടിക്കുലർ സ്ട്രിങ് നമ്മൾ ഐറ്റം എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഇതാണ് ലൈൻ നമ്പർ 8 സംഭവിക്കുന്നത്. ഈ ലൈൻ നമ്പർ 9 എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഐറ്റം മിൽക്ക് ആണെങ്കിൽ, അപ്പൊ അവിടെ നമ്മൾ 4ാമത്തെ സ്റ്റെപ്പിലേക്ക് കടന്നു. ഐറ്റം മിൽക്ക് ആണെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് മിൽക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാൽക്കുലേഷൻസ് ആണ് പിന്നീട് വേണ്ടത്. അപ്പം ഐറ്റം മിൽക്ക് ആണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പ്രിന്റ് ചെയ്യുന്നു താങ്ക് യു ഫോർ യുവർ സെലക്ഷൻ. അതായത് കസ്റ്റമർ സെലക്ട് ചെയ്തു എന്നുള്ളതിനൊരു താങ്ക് യു പറയുന്നു. ഇനി അതിപ്പോ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് അറിയേണ്ട എന്താണ്, മിൽക്ക് ക്വാണ്ടിറ്റി ആണ്. അതും യൂസർ ഇൻപുട്ട് ആയിരിക്കണം. അപ്പൊ വീണ്ടും നമ്മൾ ഒരു ഇൻപുട്ട് മെത്തേഡ് വെച്ചിട്ട്
നമ്മൾ യൂസറിന്റെ അടുത്ത് ചോദിക്കുന്നു എത്ര എമൗണ്ട് ആണ് നിങ്ങൾക്ക് വാങ്ങേണ്ടത്. അതിനെ നമ്മൾ ഇന്റീജർ ആയിട്ട് മിൽക്ക് അണ്ടർസ്കോർ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. പിന്നെ നമുക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? നമുക്ക് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് വേണ്ട രണ്ടാൾക്കാരും നമുക്ക് ആയിട്ടുണ്ട്. ക്വാണ്ടിറ്റി നമുക്കറിയാം, മിൽക്ക് പ്രൈസ് എത്രയാണെന്ന് അറിയാം, പെർ ലിറ്റർ മിൽക്ക് പ്രൈസ് എത്രയാണെന്ന് അറിയാം, അതുപോലെ തന്നെ ടോട്ടൽ ക്വാണ്ടിറ്റി നമുക്കറിയാം. അപ്പൊ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മിൽക്ക് കോസ്റ്റ് കിട്ടും. പിന്നെ ലൈൻ നമ്പർ 30 നമ്മൾ അത് പ്രിന്റ് ചെയ്ത് യൂസറിന് കാണിച്ചു കൊടുക്കുന്നു എത്രയാണ് നിങ്ങളുടെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തത് എന്നുള്ളത്. അപ്പൊ അവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മൾ സ്ട്രിംഗ് കോൺകാറ്റിനേഷൻ ആണ് ചെയ്തേക്കുന്നത്. പല രീതിയിലുള്ള പ്രിന്റിംഗ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊരു വളരെ ബേസിക് കോഡാണ്. ഒരു ബിഗിനർ എന്നുള്ള ലെവലിൽ നിങ്ങൾ പ്രിന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ പ്രിന്റ് ചെയ്യാം. പക്ഷെ ഇതിലും എലഗന്റ് ആയിട്ട് പൈത്തണിൽ എങ്ങനെ പ്രിന്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അപ്പൊ തൽക്കാലം നമ്മൾ എന്ത് ചെയ്യുന്നു, കൈൻഡ്ലി എൻ്റർ റുപ്പീസ് എന്നുള്ളത് സ്ട്രിംഗ് ആണ്. അതിനോട് നമ്മുടെ സ്ട്രിംഗ് ഓഫ് മിൽക്ക് കോസ്റ്റ് ആഡ് ചെയ്യുന്നു. കാരണം മിൽക്ക് അണ്ടർസ്കോർ കോസ്റ്റ് എന്ന് പറയുന്നത് ഇന്റീജർ ആണ്. നമുക്ക് സ്ട്രിങ്ങും തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ സ്ട്രിംഗ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. പിന്നെ പ്ലസ് ബിലോ എന്ന് പറയുന്ന വേറൊരു സ്ട്രിംഗ് കൂടി ആഡ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് അത് ഒന്നിച്ച് പ്രിന്റ് ചെയ്ത് കിട്ടും. അപ്പൊ കസ്റ്റമറിന് മനസ്സിലായി എത്രയാണ് കോസ്റ്റ് എന്നുള്ളത്. ഈ കസ്റ്റമർ എന്ത് ചെയ്യണം, പേയ്മെന്റ് നടത്തണം. അപ്പൊ നമ്മൾ COS അണ്ടർസ്കോർ പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നു. അവിടെ നമ്മൾ എന്താ ചോദിക്കുന്നത്, കസ്റ്റമർ ഇൻപുട്ട് ആണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ അവിടെ സങ്കല്പിക്കുക, അവിടെ കസ്റ്റമർ പേയ്മെന്റ് ആണ് നടത്തുന്നത്. ആക്ച്വലി ആ മെഷീനിൽ ഒരു മെക്കാനിസം ഉണ്ടാവും ഈ രീതിയിൽ പേയ്മെന്റ് ഒക്കെ നടത്താനായിട്ട്. നിങ്ങളുടെ കാർഡ് സ്വൈപ്പ് ചെയ്യും, ഏതെങ്കിലും രീതിയിലുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ആ രീതിയിൽ അത് കോംപ്ലിക്കേറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ആകെ ചെയ്യുന്നത് എന്താണ്, കസ്റ്റമർ അടുത്ത് ചോദിക്കുകയാണ് എത്രയാണ് നിങ്ങൾ പേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ കസ്റ്റമർ ആ എമൗണ്ട് എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അത് നിങ്ങളുടെ മിൽക്ക് കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അത് ഈക്വൽ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു പ്രിന്റ് നോട്ട് കൊടുക്കുന്നു. താങ്ക് യു, പ്ലീസ് കളക്ട് ഐറ്റം. നിങ്ങൾ ഏതാണോ ഐറ്റം നിങ്ങൾ വാങ്ങേണ്ടത് അത് ഡിസ്പെൻസ് ചെയ്യുന്നു. അപ്പൊ ഇത്രയാണ് ബേസിക് കോഡ്. ഇപ്പൊ നമ്മള് 9 തൊട്ട് ലൈൻ നമ്പർ 16 വരെ പറഞ്ഞ കാര്യങ്ങൾ വളരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒരു തവണ നിങ്ങൾ ഐറ്റം സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്താ ചോദിക്കുന്നത്, കസ്റ്റമർ അടുത്ത് ചോദിക്കുന്നു എത്ര ക്വാണ്ടിറ്റിയാണ് നിങ്ങൾക്ക് വേണ്ടത്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാം. അത് യൂസറിന്റെ അടുത്ത് കൊടുക്കുന്നു. അത് കസ്റ്റമറിന് തിരിച്ച് പ്രിന്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു. കസ്റ്റമർ ഒരു പേയ്മെന്റ് ചെയ്യുന്നു. അപ്പൊ ആ പേയ്മെന്റ് മിൽക്ക് കോസ്റ്റ് ആയിട്ട് ഈക്വൽ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു താങ്ക് യു നോട്ട് അവിടെ കൊടുക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലൈൻ നമ്പർ 9 to 16 ചെയ്തേക്കുന്നത്. ഇനി മിൽക്ക് അല്ല, ഒരാൾ കേർഡാണ് ഒരാൾക്ക് സെലക്ട് ചെയ്യേണ്ടതെന്ന് ഇരിക്കട്ടെ. അപ്പൊ എങ്ങനെയാണ് കോഡ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. കോഡ് ഡിറ്റോ റിമെയിൻസ് ദ സെയിം അല്ലെ. ആകെ ഇതിന്റെ അകത്ത് വ്യത്യാസം വരുന്നത് എന്താണ്, കേർഡിന്റെ ക്വാണ്ടിറ്റി വ്യത്യാസം ഉണ്ടാവും, അതുപോലെ തന്നെ കേർഡ് പ്രൈസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കേർഡ് അണ്ടർസ്കോർ കോസ്റ്റ് കാൽക്കുലേഷനിൽ കേർഡ് പ്രൈസ് ഇൻറ്റു കേർഡ് ക്വാണ്ടിറ്റി എന്നുള്ള ഒരു മൾട്ടിപ്ലിക്കേഷൻ ആണ് അവിടെ നടക്കുന്നത്. കേർഡ് ക്വാണ്ടിറ്റി അഗെയിൻ അതൊരു യൂസർ ഇൻപുട്ട് ആണ്. അപ്പൊ നിങ്ങൾ ലൈൻ നമ്പർ 19 അത് ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. ലൈൻ നമ്പർ 20 നിങ്ങൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ലൈൻ നമ്പർ 21 നേരത്തെ കണ്ട പോലെ തന്നെ അത് പ്രിന്റ് ചെയ്ത് യൂസറിന് കാണിച്ചു കൊടുക്കുന്നു. ലൈൻ നമ്പർ 22 to 24 നമ്മൾ മുന്നേ കണ്ട അതേ സ്റ്റെപ്സ് തന്നെയാണ്, കോപ്പി പേസ്റ്റ് ആണ്. ഇവിടെ ആകെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ പേ ചെയ്ത എമൗണ്ട് കേർഡ് കോസ്റ്റിന് ഈക്വലന്റ് ആണോ എന്നുള്ളത് ചോദിക്കുന്നു. ആണെങ്കിൽ പ്രിന്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു. ഇനി അല്ലാന്നുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ഒരു എൽ സ്റ്റേറ്റ്മെന്റ് അവിടെ ഇട്ടേക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുന്നു, പ്രിന്റ് റോങ് എൻട്രി പ്ലീസ് ചെക്ക്. അപ്പൊ ആ എമൗണ്ട് ഈക്വൽ അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഒരു എൽസ് കണ്ടീഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് റോങ് എൻട്രി ആണ് എന്നുള്ളത് നിങ്ങൾക്ക് പ്രിന്റ് ചെയ്ത് കാണിച്ചു തരും. ഇത് മിൽക്കിന്റെ കേസിൽ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല, അവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം അവിടെ എൽസിഫ് ആണ് ഇട്ടേക്കുന്നത്. ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് എൽസിഫ് ഇട്ടേക്ക്. ഇനി ലാസ്റ്റ് കേസ് എന്താണ്, നിങ്ങൾക്ക് മിൽക്കും കേർഡും സെപ്പറേറ്റ് അല്ല, പക്ഷെ ഒരുമിച്ച് വാങ്ങാം. അപ്പൊ ഇവിടെ എന്താ വ്യത്യാസം വരിക, നിങ്ങൾ ആദ്യം മിൽക്ക് ക്വാണ്ടിറ്റി എത്രയാന്നുള്ളത് ചോദിക്കണം, എന്നിട്ട് മിൽക്കിന്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. സിമിലർലി കേർഡിന്റെ ക്വാണ്ടിറ്റി എത്രയാണ് നിങ്ങൾ ചോദിക്കുന്നു. ഓക്കെ, കേർഡ് കോസ്റ്റ് എത്രയാന്നുള്ളത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. പിന്നെ ലൈൻ നമ്പർ 33 നിങ്ങൾ അത് സം ചെയ്തെടുക്കുന്നു. ടോട്ടൽ കോസ്റ്റ് എത്രയാന്നുള്ളത് സം ചെയ്തെടുക്കുന്നു. അതായിരിക്കും നിങ്ങൾ യൂസറിന് പ്രിന്റ് ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ യൂസർ അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എമൗണ്ട് ഒരു യൂസർ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നു. അത് കറക്റ്റ് പേയ്മെന്റ് ആണെങ്കിൽ ഈക്വലന്റ്, അത് ടോട്ടൽ കോസ്റ്റിന് ഈക്വൽ ആണെങ്കിൽ താങ്ക് യു പ്ലീസ് കളക്ട് ഐറ്റം എന്നുള്ളത് പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നു. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ റോങ് എൻട്രി എന്നുള്ളത് പ്രിന്റ് ചെയ്ത് കാണിച്ചു കൊടുക്കും. നിങ്ങൾ ബോത്ത് എന്നുള്ളൊരു ഓപ്ഷൻ ആണ് അവിടെ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇത്രയും കാര്യങ്ങൾ അവിടെ സംഭവിക്കും. ഈ ഒരു എൽസ് എവിടുന്നാ വരുന്നത്, ഇത് ആദ്യത്തെ ഇഫ് കണ്ടീഷന്റെ എൽസ് ആണ് വരുന്നത്. നിങ്ങൾ മിൽക്ക് കേർഡ് ബോത്ത് ഈ 3 ഓപ്ഷൻസേ നമുക്ക് പറ്റുള്ളൂ. ഇതല്ലാതെ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രിന്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കോഡിന് എറർ വരരുത്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഒരു എൽസ് കണ്ടീഷൻ ഇടുന്നത്. അപ്പൊ നിങ്ങൾ ഈ 3 കണ്ടീഷൻ അല്ലാതെ ഏതെങ്കിലും ഒരു ഇൻപുട്ടാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ എൽസ് കണ്ടീഷൻ എന്ത് പറയുന്നു, ഐ ഡോണ്ട് നോ യുവർ എൻട്രി പ്ലീസ് മേക്ക് ദ കറക്റ്റ് എൻട്രി. അതായത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് തെറ്റാണ്, കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻപുട്ട് കൊടുക്കുക എന്നുള്ള ഒരു ഇൻഫർമേഷൻ യൂസറിന് കൊടുക്കുന്നു. അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം.
അപ്പൊ ഞാൻ ഈ കോഡ് ഒന്ന് ആദ്യം റൺ ചെയ്തു. അപ്പൊ നമ്മുടെ അടുത്ത് ആദ്യം തന്നെ ചോദിക്കുന്നു ഏത് ഐറ്റം ആണ് നിങ്ങൾക്ക് വാങ്ങേണ്ടത്. ആദ്യം ഞാൻ മിൽക്ക് എന്ന് കൊടുക്കുന്നു. ഉടനെ താങ്ക് യു ഫോർ യുവർ സെലക്ഷൻ, കൈൻഡ്ലി എൻ്റർ ദ ക്വാണ്ടിറ്റി ഇൻ ലിറ്റേഴ്സ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ കോഡ് ആയിട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം, ഇത് ആക്ച്വലി നമ്മുടെ ലൈൻ നമ്പർ 9 പിക്ക് ചെയ്ത് കഴിഞ്ഞു ഇപ്പം. ഓക്കെ, താങ്ക് യു ഫോർ സെലക്ഷൻ ലൈൻ നമ്പർ 10 പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മളോട് ചോദിക്കുകയാണ്, അടുത്ത ഒരു ഇൻപുട്ട് നമ്മൾ ചോദിക്കുന്നുണ്ട് അല്ലെ, കൈൻഡ്ലി എൻ്റർ ദ ക്വാണ്ടിറ്റി ഇൻ ലിറ്റേഴ്സ്. അത് ലൈൻ നമ്പർ 11 നമ്മൾ ചോദിക്കുന്നുണ്ട്. അതാണ് നമ്മളെടുത്ത് ഇവിടെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കേണ്ടത്. ഞാൻ 2 എന്ന് കൊടുക്കുന്നു. ഉടനെ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടുന്നു കൈൻഡ്ലി എൻ്റർ ₹100 ബിലോ. അപ്പൊ ഇവിടെ സ്പേസിങ്ങിൽ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പൊ ഞാൻ സ്പേസ് നമ്മുടെ കോഡിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എങ്കിൽ മാത്രമേ ഈ ഒരു റുപ്പീസ് കഴിഞ്ഞിട്ട് ഒരു സ്പേസും കൂടി നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ വന്നിട്ടില്ല, കുഴപ്പമില്ല, നമുക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. ₹100 ആണ് നമ്മൾ പേ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ കറക്റ്റ് ₹100 പേ ചെയ്യുന്നു. ഉടനെ താങ്ക് യു എന്നുള്ളൊരു നോട്ട് നമുക്ക് കിട്ടുന്നു. ഉടനെ നിങ്ങളുടെ ഐറ്റം ഡിസ്പെൻസ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം കൂടി അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഐറ്റം നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഇതേ കോഡ് നമുക്ക് റൺ ചെയ്ത് നോക്കാം. നമുക്ക് മറ്റു ഓപ്ഷൻസ് ഒക്കെ ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ ഇപ്രാവശ്യം കൊടുക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് കേർഡാണ്. അപ്പം കേർഡ് കൊടുത്തിട്ട് ഞാനൊരു ക്വാണ്ടിറ്റി 3 ലിറ്റർ കൊടുക്കുന്നു. ഓക്കെ, ₹90 ആണ്. നമുക്കൊന്ന് തെറ്റിച്ച് കൊടുത്തു നോക്കാം, 100 കൊടുത്തു നോക്കാം. 100 കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? റോങ് എൻട്രി പ്ലീസ് ചെക്ക്. അപ്പൊ അവിടെ ബേസിക്കലി എന്താ സംഭവിക്കുന്നത്, ഇവിടെ നിങ്ങളുടെ പേയ്മെന്റും കാൽക്കുലേറ്റ് ചെയ്ത കോസ്റ്റും തമ്മിൽ ചെക്ക് ചെയ്യുന്നുണ്ട്. അത് ചെക്ക് ചെയ്തത് കറക്റ്റ് അല്ല. അതുകൊണ്ട് ലൈൻ നമ്പർ 26 എൽ സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ബോത്ത് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തു നോക്കാം. അപ്പൊ ബോത്ത് കൊടുക്കുന്നു. ബോത്ത് കൊടുക്കുമ്പോൾ കൈൻഡ്ലി എൻ്റർ ദ മിൽക്ക് ക്വാണ്ടിറ്റി ഇൻ ലിറ്റേഴ്സ് ഞാൻ 2 കൊടുക്കുന്നു. സിമിലർലി കേർഡിന്റെ ക്വാണ്ടിറ്റി ഞാൻ 3 കൊടുക്കുന്നു. സോ ₹190 അത് കറക്റ്റ് ആണ് കാൽക്കുലേഷൻ. കൈൻഡ്ലി എൻ്റർ ദ എമൗണ്ട് ടു ബി പെയ്ഡ് 190 കൊടുക്കുന്നു. താങ്ക് യു പ്ലീസ് കളക്ട് ബോത്ത്. ബോത്ത് എന്ന് പറഞ്ഞാൽ ബോത്ത് ഐറ്റംസ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 2 ഐറ്റവും ഡിസ്പെൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ രണ്ടും കളക്ട് ചെയ്യാനാണ് നമ്മളോട് പറയുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ 3 ഓപ്ഷനും അല്ലാതെ നമുക്കൊരു കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കാം. ലെറ്റ്സ് സേ ഞാൻ എഗ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പൊ എഗിനെ കുറിച്ച് യാതൊരു ഇൻഫർമേഷനും നമ്മളെ കോഡ് കൊടുത്തിട്ടില്ല. അപ്പൊ ഐഡിയലി എനിക്ക് എന്ത് കിട്ടണം? നമ്മൾ ലാസ്റ്റ് കൊടുക്കുന്ന എൽ സ്റ്റേറ്റ്മെന്റ് കിട്ടണം. ഓക്കെ, ഐ ഡോണ്ട് നോ യുവർ എൻട്രി, പ്ലീസ് മേക്ക് ദ കറക്റ്റ് എൻട്രി. നമുക്ക് നോക്കാൻ കിട്ടുന്നുണ്ടോ എന്നുള്ളത്. 3 ഓപ്ഷനിലും പുറത്തുള്ള ഒരു ഓപ്ഷൻ ആണെന്നുള്ളത് കോഡിന് മനസ്സിലായിട്ടുണ്ട്. സോ അത് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നു, ഐ ഡോണ്ട് നോ യുവർ എൻട്രി, പ്ലീസ് മേക്ക് ദ കറക്റ്റ് എൻട്രി. അപ്പൊ ഇതൊരു ബേസിക് കോഡാണ്, വളരെ ഫണ്ടമെന്റൽ കോഡാണ്. ഇതൊരു പെർഫെക്റ്റ് കോഡാണോ? അല്ല, ഒരു കോഡും പെർഫെക്റ്റ് കോഡല്ല. പക്ഷെ ഇതും ഒരു പെർഫെക്റ്റ് കോഡല്ല. ഇതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും ആദ്യത്തേത്, ഇത് ലൂപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം നമ്മളൊരു വൈൽ ലൂപ്പ് ഇവിടെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒറ്റ പ്രാവശ്യം നിങ്ങൾ കൊടുക്കുന്ന ഓപ്ഷൻസ് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോഡ് അവിടെ ബ്രേക്കായി പിന്നീട് റീറൺ ചെയ്യണം. പക്ഷെ നമുക്ക് ഐഡിയലി എങ്ങനെ വേണം? പല യൂസേഴ്സ് വരും അല്ലേ? അപ്പം ഇതൊരു ഇൻഫിനിറ്റ് ലൂപ്പായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു മെക്കാനിസം നിങ്ങൾക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിപ്പം കറന്റ്ലി ഇല്ല. പിന്നെ അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതില് കേസ് സെൻസിറ്റീവ് ആണ്. ഉദാഹരണത്തിന് നമ്മൾ വീണ്ടും ഈ കോഡൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ മിൽക്ക് എന്നുള്ളതിന് സ്മോൾ ലെറ്റർ മിൽക്കാണ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഐ ഡോണ്ട് നോ യുവർ എൻട്രി എന്നാണ്. നിങ്ങൾ മിൽക്കാണ് കൊടുത്തത്, പക്ഷെ നിങ്ങളുടെ പ്രോഗ്രാമിന് മനസ്സിലായിട്ടില്ല മിൽക്കാണ് കൊടുത്തതെന്ന്. കാരണം അവിടെ നിങ്ങളുടെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തതെല്ലാം സ്മോൾ ലെറ്ററിലാണ്. നിങ്ങൾ എന്താണോ അവിടെ ഇക്വാലിറ്റി കണ്ടീഷനിൽ ചെക്ക് ചെയ്യുന്നത് അതേ സാധനം കൊടുത്താൽ മാത്രമേ അതിന് മനസ്സിലാവുള്ളൂ, ഇല്ലെങ്കിൽ അതിന് മനസ്സിലാവില്ല. അപ്പൊ അത്തരം ഒരു ഇഷ്യൂ നമുക്ക് ഓവർകം ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ വേറൊരു സംഗതി നമുക്ക് മോഡിഫിക്കേഷൻ വരുത്തേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും 1 ലിറ്റർ അല്ല വാങ്ങേണ്ടത് അല്ലെ, നമുക്ക് 1/2 ലിറ്റർ വാങ്ങണം. നമ്മൾ നേരത്തെ കാണിച്ചിരുന്നു 3 ഓപ്ഷൻസ്, 1/2 ലിറ്റർ, 1 ലിറ്റർ അല്ലെങ്കിൽ 5 ലിറ്റേഴ്സ്. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ കോഡിൽ അതൊന്നും കൊടുക്കാനുള്ള ഒരു സംവിധാനം ഇല്ല. അപ്പം അതെങ്ങനെ കൊടുക്കാന്നുള്ളതും കൂടി നമുക്ക് നമ്മുടെ കോഡിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ കോഡ് നിങ്ങൾ ഒന്നും കൂടി ഒന്ന് മനസ്സിലാക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെയൊക്കെ ന്യൂനതകൾ നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കോഡിനെ മാറ്റുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് മീ. വെയിറ്റ് ഫോർ മൈ നെക്സ്റ്റ് എപ്പിസോഡ്.